ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ, അതായത് ചാവക്കാട് പുത്തങ്കടപ്പുറം GFUP സ്കൂളിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്കൊരു ട്രോഫി നമ്മുടെ ഇവിടുത്തെ പ്രധാന അധ്യാപിക നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ നമുക്ക് ട്രോഫി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാന അധ്യാപിക അത് വാങ്ങാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടിട്ടെന്ന് അങ്ങനല്ലേ. ഓക്കെ, അടിപൊളിയായിട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടില്ലേ. അത് നമുക്ക് നേരെ നമ്മുടെ ഈ വർക്കുകളൊക്കെ ഒന്ന് കാണാം. നമ്മളെല്ലാവരും ഉണ്ട്, അതുപോലെ നമ്മുടെ ഫാമിലിക്കാണ് നിൽക്കുന്നത് കേട്ടോ, കുട്ടികളും ഞാനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുഞ്ഞു കുട്ടികൾക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സൈക്കിൾ പാത്താണ് ചെയ്തിരിക്കുന്നത്. സൈക്കിൾ പാത്താണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു ഈ പ്രീ പ്രൈമറി കുട്ടികൾക്കായിട്ട് ചെയ്യുമ്പോൾ ഹരിതോദ്യാനം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ഈ കാണുന്നത്. ഈ ഹരിതോദ്യാന ഏരിയയിൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് വേണമെന്നുണ്ട്. അതിന് പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ മാറ്റിട്ട് ഗ്രാസ് ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടികളൊക്കെ നടന്ന് ചീത്തയായി പോകും കൂടുതൽ. ഇവിടെ വെള്ളം ഈ ഒരു ഭാഗത്തു നിന്ന് ഇതിലൊരു ചെറിയൊരു പമ്പിങ് സിസ്റ്റം ഉണ്ട്. ആ ഒരു മോട്ടർ വഴി ഈ പൂളിൽ നിന്ന് വെള്ളം വലിച്ച് ഇതിലാണ് വരുന്നത്. ഇപ്പോൾ കറണ്ട് ഇല്ല, കറണ്ട് ഇല്ലാത്തതിൻ്റെ വലിയ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അവർ കുട്ടികൾക്കൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് അവർ ആ വെള്ളച്ചാലിൽ കാലൊക്കെ ഇട്ട് ചെയ്യുന്നൊരു, അങ്ങനെയാണ് അതിൻ്റെ ഒരു തീം. അതിനുവേണ്ടിയാണ് ഈ ചെറിയൊരു ഭാഗം ചെയ്തിരിക്കുന്നത്. പൂളുണ്ടില്ലേ, പൂള് നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു പൂള്. പക്ഷേ ഇതിനധികം ഡെപ്ത് കൊടുക്കാൻ പറ്റില്ല നമുക്ക്, കുഞ്ഞു മക്കളതിൻ്റെ പേരിൽ അധികം ഡെപ്ത് കൊടുക്കാൻ പറ്റില്ല. അതേപോലെയൊക്കെ ഇന്ന് കളിക്കുന്നത്, അതിൻ്റെ പേരിലാണ് അത് കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈക്കിൾ പാത്തിൽ നടക്കാം. ഇതാണ് പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നൊരു സംഭവം ഈ കാണുന്നത്. അതായത് കുട്ടികൾക്ക് നടന്ന് പോകുമ്പോൾ തന്നെ സ്പർശനശേഷി കൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാകണം ഇതിൻ്റെ ഒരു എന്തൊക്കെയാണ് മെറ്റീരിയൽ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ബേബി മെല്ല് ഇട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിനിഷിങ് ഏരിയ, പിന്നെ കുറച്ച് പൂഴിമണലായിട്ടിരിക്കുന്നത് കേട്ടോ, കാരണം പൂഴിമണൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രാസ്, പിന്നെ പെബിൾസ്, ഇതൊക്കെ ഒന്നുകൂടി ഫില്ല് ചെയ്യാൻ കേട്ടോ. ഈ ഒരു ഭാഗം ഒന്നുകൂടി ഫില്ല് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് വാൾ എന്താണ് മദ്യം വർക്ക് ചെയ്യാത്തതിൻ്റെ കാലത്ത് ഇത് പൊളിക്കാണ്ടിരിക്കുന്നതാണ്. ഇത് പൊളിച്ചിട്ട് ഇവിടെ ഈ രണ്ടാമത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇത് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഇതിൽ നുഴഞ്ഞു പോകുന്നുണ്ട്. കുഞ്ഞുമക്കളൊക്കെ ഇതിൽ നുഴഞ്ഞ് ഞങ്ങളുടെ കഴിഞ്ഞ് പോകുന്നത് അപ്പുറത്തേക്ക് കിടക്കും വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ടയറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഏട്ടാ, പിന്നെ കണ്ടില്ലേ, ഇത് അവർക്ക് പിടിച്ച് കയറുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേജ് ഉണ്ട്, ഇതവരുടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റേജാണിത്. അപ്പോൾ അവർ സ്റ്റേജിലൂടെ പരിപാടി നടത്തുമ്പോൾ കുട്ടികൾക്ക് ഇരുന്ന് കാണുന്നതിന് വേണ്ടിയുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് വലിയ സ്ലൈറ്റ് ചെയ്തിട്ട് കണ്ട സ്ലൈറ്റ് അല്ല, സ്ലൈറ്റിൽ അവർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സ്ലൈറ്റിൽ അവർക്ക് എഴുതാം. അതുപോലെ തന്നെ കളിക്കാൻ വരക്കൊക്കെ ചെയ്യുന്നതിനുള്ള സ്ലൈറ്റാണ്. പിന്നെ അവരൊരു മങ്കി ബാറാണ് ഈ കാണുന്നത്. അതായത് കുട്ടികളുടെ ഒരു ഹൈറ്റിനെ ബാലൻസ് ചെയ്തിട്ടുണ്ട് ഈ മങ്കി ബാർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ കാണുന്നതാണ് അവരെ നിർമ്മാണം കേട്ടോ. നിർമ്മാണം എന്ന് പറയുമ്പോൾ അവരെ ഒരു കലാവാസന വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഭാഗമാണിത്. ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ക്ലേയിലോ അതുപോലെ മെറ്റീരിയലൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗമുണ്ട്, ഇന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ലൈഡറുണ്ട്. സ്ലൈഡറിലൂടെ കയറി അവർ നേരെ സ്ലൈഡറിലേക്ക് നല്ല കളിക്കാനൊക്കെയുള്ള സെറ്റപ്പ് നമ്മൂടെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക്. ഓക്കെ, സീസോ ചെയ്തിട്ടില്ലേ. പിന്നെ ഊഞ്ഞാലൊക്കെ അവർ വന്ന് കളി തുടങ്ങണം. അപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയിട്ട് പേരിൽ ആരുമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ ടൈം ആളായാണ്. ഇതൊക്കെ ഒരുപാട് പിള്ളേർ കളിച്ചിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പുറത്ത് വരുന്ന ഭാഗം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ അകത്തേക്ക് കിടക്കുകയാണ്. അകത്താണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് നേരെ ഭാഗം ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെത് കണ്ടല്ലേ, സമഗ്ര ശിക്ഷാ കേരളം BRC ചാവക്കാട് സ്റ്റാർ പദ്ധതി വർണ്ണക്കൂടാരം. അവർക്ക് പഞ്ചേന്ദ്രിയത്തിൻ്റെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെയുണ്ട്. കുട്ടികൾക്ക് നമ്മൾ തൊട്ടിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ പില്ലറുകളും നമ്മൾ ഇതേപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അകത്തുള്ള കുട്ടികൾക്കുള്ള പഠിക്കാനും കളിക്കാനും ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. അതായത് നമ്മുടെ ഈ കാണുന്നതാണ്, ഇത് വരയിടുന്നുണ്ട്. ഈ രീതിയിൽ പറയുന്നത് പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. കുട്ടികളുടെ കുഞ്ഞു കുട്ടികളുടെ പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇപ്പോൾ വരയിടുന്നാണ് പറയുന്നത്. ഇവിടെ ഇരുന്നോ പൈസ അങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് അവരെ കലാവാസന വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നിട്ടാണ് അവർ വരയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വര കഴിഞ്ഞിട്ട് സംഭവം മടക്കി നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടു. ഓക്കെ, പുഷ് തട്ടാൻ കുറച്ച് പണിയാണ്. പെട്ടെന്ന് തട്ടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീഴുമായിരുന്നു. ഇവരാണ് കുറച്ച് ടൈറ്റാണ് കമ്പനി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കിട്ടുന്നുണ്ട്. ഈ ഡയമണ്ട് ബ്രാക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് കുട്ടികൾ വരയ്ക്കുന്നത്. അതേപോലെ തന്നെ
ഇത് ശാസ്ത്രീയം എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്തിന് ശാസ്ത്രീയം എന്നാണ് പറയുന്നത്. അതായത് ഡോക്ടറായിട്ടും പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് കളിക്കുന്നതിന് കാര്യങ്ങളൊക്കെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയലായിട്ടുള്ള ഉള്ളത് ഈ ഒരു സംഭവം ചെറിയൊരു ഭാഗത്തെ സംഭവം. അവർക്ക് പണ്ട് കുട്ടി നമുക്ക് ഉത്സവപ്പറമ്പിലൊക്കെ ഒരു ബോട്ടൊക്കെ മേടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ബോട്ടിലൊക്കെ ഓടിച്ച് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമുണ്ടത്. ഈ ഒരു ഏരിയ ആണ് ഇത് പഞ്ചേന്ദ്രിയം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ നിലവിലുള്ള എല്ലാ വസ്തുക്കളും പഞ്ചേന്ദ്രിയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് പഞ്ചസാരയാണ്. അവിടെ ഉപ്പുണ്ട്, കൽക്കണ്ടുണ്ട്, ഏലക്കായ, ഗ്രാമ്പു, അവിടെ പരിപ്പ്, കടല, മുതിര, അങ്ങനെയുള്ള അരി, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ ചെറുപ്പത്തിൽ ഒരേ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവം. നല്ലൊരു തിയറിയാണ്. കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാവുക. സംഭവിക്കുകയാണ് ഇതിന് സെൻസറിങ് ബോർഡ് എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് തൊട്ടുകൊണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി തൊട്ട് കഴിഞ്ഞാൽ ഐസ്ക്രീം, അതുപോലെ ക്ലോത്ത്, മറ്റേ കോട്ടൺസ്, അതുപോലെ ഒരേ സാധനങ്ങൾ തൊട്ടുകൊണ്ട് അവർക്ക് അത് പറയാൻ കഴിയണം. ഈ പഞ്ചകീടത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ സെൻസറിങ് ബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വരയിടത്തിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, വരയിടത്തിൽ കുട്ടികൾ വരച്ചിട്ടുണ്ടെങ്കിൽ അവർ പിക്ചറുകളൊക്കെ നമ്മൾ ഇതിലാണ് വെക്കുന്നത്. പിൻ ചെയ്ത് വെക്കുന്നത്, വരയ്ക്കുന്ന പാപ്പ വരക്കുന്നത് പിൻ ചെയ്ത് വെക്കും. ഇതൊരു ബോർഡ് കൂടി ഉണ്ട് നമുക്ക് പറയാൻ. ഓക്കെ, ഇങ്ങനെ സംഭവങ്ങളൊക്കെ എനിക്ക് കാണുന്നത്. പിന്നെ ഇത് അവരുടെ കളിയിടം എന്നാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ആ കളിയിടത്തിൽ സജ്ജീകരണമാണ് കാണുന്നത്. അവർക്ക് വണ്ടികളൊക്കെ ഇതേപോലെയൊക്കെ നിന്ന് ഓടിച്ച് നോക്കുന്നതിനൊക്കെ റോഡാണ്. റോഡിൻ്റെ ചെറിയ സിമ്പലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഫെൻസ് ഉണ്ട്. ഈ ഫെൻസ് 2 റൗണ്ട് ഉണ്ടാകും. ഏകദേശം 4000 അടുത്തുണ്ട് ഈ ഫെൻസിന്. അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ സ്റ്റിക്കർ ഉണ്ട്. പിന്നെ മാസായിട്ടെന്ന് പറയുന്നത്, മാസായിട്ട് തന്നെ ഈ ഒരു തീമാട്ടി കാണുന്നത്. കുറേ കാര്യങ്ങൾ കളിക്കുന്ന സിംഹം, അണ്ണാറ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയത് പിക്ചറിലുള്ളത് അവർക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഭാഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ അതിനെ ചിത്രം കാണിച്ചുകൊണ്ട് എന്തൊക്കെയാണൊക്കെ പഠിപ്പിക്കുന്ന രീതികളാണ്. അതുപോലെ തന്നെ പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഭാഷയുടെ ഭാഗമാണ്. ഭാഷയുടെ ഭാഗമാണ്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിരുന്നെങ്കിൽ നേരെ ഇതാണ് ഗണിതയിടം. ഗണിതയിടം എന്നാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. അതായത് കണക്കും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഇതൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് എണ്ണങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഒരു ഗണിതയിടത്തിലാണ്. പിന്നെ ഈ ഒരു സംഭവം കരകൗശലയിടം. അവരുണ്ടാക്കുന്ന കലാരൂപങ്ങളും സംഭവങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ അവരെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ഇടമാണ് കരകൗശലയിടം കേട്ടോ. പിന്നെ ആദ്യത്തെ ഒരു കുടുംബം 1987 അവിടെ അങ്ങനത്തെ മേറ്റലൊക്കെ ഉണ്ട്. മേറ്റലൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്യണം. കുറച്ച് സാധനം കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനില്ല. നമ്മൾ കാരണം പെട്ടെന്ന് അതിൻ്റെ പേര് നമ്മൾ കുറച്ച് സാധനം വരാനുണ്ട്. ഇതാണ് സംഗീതയിടം. സംഗീതയിടം അപ്പോൾ ചെണ്ടയൊക്കെ വരാനുണ്ടോ? നമുക്ക് പേരായിട്ട് ചെണ്ടയൊക്കെ വരാനുണ്ട് സംഗീതയിടം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈടം എന്ന് പറയുന്നത്. അവർ കാർട്ടൂൺസുകൾ അവരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുക, ടി വിയിലൂടെ കാണിക്കാനും അതുപോലെ തന്നെ കളിക്കാനൊക്കെ ഒരു ഭാഗങ്ങൾ, പാട്ടുകൾ പാടാം, ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അടിപൊളി സംഭവമുണ്ടല്ല. നല്ല സൂപ്പറാണ്. ഈ ഒരു സ്റ്റേജ് അല്ല, ഈ സ്റ്റേജുകൾ മൊത്തമാണ് പിള്ളേർക്ക് ഡാൻസ് കളിക്കുന്ന വലിയ പൈസ അവരെ നൃത്തവും പാട്ടൊക്കെ പാടുന്നത്, നൃത്തം കളിക്കുന്നത്. അപ്പൊ അവര് ഇവിടുത്തെ കളിക്കുമ്പോൾ നേരെ കാണണം. അതിനോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കാണുന്നതിന് വേണ്ടി ഡാൻസ് സെറ്റ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഈ സ്റ്റേജിൽ നമുക്ക് അവരെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഇതിൽ ഇതൊക്കെ ഫുള്ള് മാറിയിട്ടുള്ളത്. അത് ചിട്ടായി അടിപൊളിയുണ്ട്. ഫുൾ മറൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ കലാപരിപാടി നടക്കുമ്പോൾ അവരെ മുഖംമൂടികൾ അടിപൊളി മുഖംമൂടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ സംഭവങ്ങൾ അണിഞ്ഞിരിക്കുന്ന വെക്കലാണ്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോഷൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അതിലവർക്ക് കാണുന്നതിന് സെറ്റ് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് കണ്ടുകൊണ്ട് അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ കഷ്ണം വെച്ചിട്ട് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ സംഭവങ്ങളൊക്കെ കണ്ടില്ല. അതുപോലെ തന്നെ ഇത് ഭാഷായിടത്തിൻ്റെ ഒരു പാർട്ടാണ്. ഈ ഭാഷായിടത്തിൽ അതുപോലെ തന്നെ കണ്ടില്ല, കുറച്ച് മണ്ണ് നിറച്ചുകൊണ്ട് ഒരു ട്രേ ഉണ്ട്. ഈ ട്രേയിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഭാഷായിടത്തിൽ പറയുന്നത്. ഭാഷായിടം അതുപോലെ തന്നെ കളിയിടം, വരയിടം, അങ്ങനെ ഒരു ഇടങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് മിക്സ് ചെയ്യാറ്. മിക്സി കാണിച്ചിട്ടുണ്ട്. മിക്സികളൊക്കെ വെച്ചാൽ കുഞ്ഞു കുഞ്ഞു അവർക്കൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന സംഭവങ്ങളാണ്. അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഷായിടം അതുപോലെ ഇടങ്ങളായിട്ടാണ് വേർതിരിച്ചിട്ടുള്ള. ഭാഷായിടുണ്ട്, വരയിടുണ്ട്, കളിയിടുണ്ട്, പഞ്ചേന്ദ്രയിടുണ്ട്, അതുപോലെ തന്നെ ശാസ്ത്രയിടുണ്ട്, അതുപോലെ ഈ സംഗീതയിടുണ്ട്. അങ്ങനെ ഇടങ്ങളിലൂടെയാണ് അതിനെ കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഇടങ്ങൾക്കും ഓരോ വിഭവങ്ങളുണ്ട്. ഇന്ന വേണമെന്നുണ്ട്, അതിനൊരു അളവുകളുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ ഉണ്ടോ? ഓക്കെ, ഗ്യാസ് സിലിണ്ടർ സിമ്പിൾ മെത്തേഡ്. എന്തൊട്ടാണ് ഇതിൻ്റെ പേരെന്തൊട്ടാണ്? പേരുണ്ടായിരുന്നല്ലോ എൻ്റെ പേര് മാഗ്നറ്റാണ്. ഡ്രാഗൺ ഫ്രൂട്ട്സ് അല്ലേ? അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ് ഈ കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഡ്രാഗൺ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഡ്രാഗൺ ഫ്രൂട്ട്സ് കട്ട് ചെയ്തണ്ട. നല്ല ടേസ്റ്റ് സത്യം ഞാൻ പറ്റില്ല. പിന്നോട്ടെ വെൽക്രോൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ല, അവർക്ക് കറക്റ്റായിട്ട് ഞാൻ മാഗ്നറ്റാണെന്നുണ്ട് കരുതിയത്. ഓക്കെ, അപ്പോൾ വെൽക്രോയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മാംഗോ കട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇത് എന്തൊക്കെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ നോക്കാം. എല്ലാം കട്ട് ചെയ്യാം. കട്ടിങ് അതെന്താണ്? ആപ്പിൾ കട്ട് ചെയ്ത് ആപ്പിൾ കട്ട് ചെയ്ത് ഇനി അടുത്ത് കട്ട് ചെയ്യാനുള്ളത് അതെന്താണ്? സ്ട്രോബെറി. അപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. നമുക്ക് അവർ ഇത് ചെയ്തതിന് നന്ദി അറിയിച്ചുകൊണ്ട്, അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ളൊരു ചെറിയൊരു പാരിതോഷികമുണ്ട് ഈ കാണുന്നത്. അപ്പം അടിപൊളി സാധനം, നല്ല രസമുണ്ടല്ലേ കാണാൻ? ഓക്കെ. അപ്പോൾ ഇതേപോലത്തുള്ള വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് ഒരു കൺസെഷൻ ചെയ്യുന്നതാണ്. എന്നാലും ഞങ്ങളുടെ വേറിട്ടിട്ടുള്ള ഒരു ആർട്ട് വർക്കിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ഇതേപോലെ തന്നെ റിലീഫ് വർക്കുകൾ, അതുപോലെ തന്നെ ഒട്ടനവധി ആർട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ, ഇതുപോലെ സ്കൂൾ പ്രൈമറി സ്കൂളുകൾക്കൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ മതിയിട്ട് വളരെ മിതമായ രീതിയിൽ എല്ലാം ഫുൾ മെറ്റീരിയൽ അടക്കം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. മഷ്റൂം